രവീന്ദ്രൻ, കൈതപ്രം, യേശുദാസ് ഈ ഒരു കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളൊക്കെ തന്നെ മലയാളികളെ സംബന്ധിച്ച് വളരെ ഫേവറേറ്റ്സ് ആണ്, വളരെ പ്രിയപ്പെട്ടതാണ്. ആൻഡ് ഇതിൽ പല പാട്ടുകളും ശ്രീയേട്ട നമുക്കറിയാം പല ചാനൽസിന്റെയും ഫിനാലെ വേദികളിലൊക്കെ നമ്മുടെ മത്സരാർത്ഥികൾ കരുത്ത് തെളിയിക്കാനായിട്ട് എടുത്ത് പാടാറുമുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു ഗാനവുമായിട്ടാണ് നമ്മുടെ അടുത്ത 2 പേര് ഈ ഒരു വേദിയിൽ എത്താൻ പോകുന്നത്. ഞങ്ങളുടെ പാടാം നേടാവിന്റെ ഈ ഒരു വേദിയിൽ മത്സരമില്ല, എന്നിരുന്നാലും ഈ ഒരു പാട്ട് അവരിവിടെ പാടുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ 2 പേരിലും ഉണ്ടാകുമെന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ദേവസഭാതലം എന്ന് തുടങ്ങുന്ന ഗാനവുമായിട്ട് വേദിയിൽ എത്താൻ പോകുന്നു തൃശ്ശൂരിൽ നിന്നും മഹാദേവനും ഒപ്പം നൗഷാദും. ധനി സഗമദ ധനി സനിധ മദ മഗ മഗ സ ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. സരിഗമപദ സരിഗമപദ നി സ നി ധ പ മ പ സ നി ധ പ മ ഗ രി സ സ. മയൂരനാദം സ്വരമായി വിടരും ഷഡ്ജമനാഗതമന്ത്രം. മയൂരനടനം ലയമായി തെളിയും ഷഡ്ജമാധാരനാദം. പമഗമഗ നീ സരിഗമപദനി സരി ഋഷഭം. സ്വരങ്ങളായി പൗരുഷമേകും ശിവവാഹനമേ നന്ദി. ഹൃദയാനന്ദമേകും ഋഷീഗതമാം സ്വരസഞ്ജയമേ നന്ദി. പഗരി സരി ഗ പദ പഗരി സരി ഗ പദ സദ പഗരി സരി ഗ പദ സരി ഗ ഗാന്ധാരം. ആ
कारक स्वरं 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 स्वरम् अजरव गान्धारं गान्धारं गान्धारम् आमोदकारक स्वरं सुन्दर गान्धारं 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 सरिगममदनि सरीरि रिगम रिगम मध्यमम् ക്രൗഞ്ചം ശ്രുതിയിലുണർത്തും നിസ്വനം മധ്യമം സരിഗമപദനി സരിതനിതപദനി മാധവ ശ്രുതിയിൽ ഇണങ്ങും കാരുണ്യം മധ്യമം മാമാമ മനിത പാപ മഗരി നീ രിഗമ പാപ പഞ്ചമം മമ സപ നിധ പഞ്ചമം വസന്ത കോകില സ്വനം സ്വനം കോകില സ്വനം വസന്ത കോകില സ്വനം മേഘരാഗങ്ങളെ തൊട്ടുണരുന്നതാമഴുകമന്ത്രം ദൈവദൗ അശ്വരവങ്ങളാച്ച ചക്രത്തിലുണർത്തും സ്വരരൂപം ദൈവദം സരിഗമപദനിസ ധനിസ പദനിസ പദനിസ ഗമപദനീനി നിഷാദം ഗജമുഖനാദം സാന്ത്വനഭാവം ആഗമജപലയ നിഷാദരൂപം നീനി നീനി ശാന്തമായി പൊഴിയും സ്വരജല കണങ്ങൾ ഏകമായൊഴുകും ഗംഗാപ്രവാഹം തിത്തി കിടത തിത്തി താക തിത്തി കിടത തിത്തി 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 കിടത തിത്തി താക തിത്തി തക ധാന ധാന ധാ തിരി കഥ ധാന ധാന ധാ തിരി കഥ ധാന ധാന ധാ അനുദാത്തമുദാത്ത സ്വരിത പ്രളയം താണ്ഡവമുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം അനും തനും തും തദാ അനും തനും തും തദാ അനും തനും തും തദാ അനും തനും തും തദാ അനും തനും അനും തനും തനും അനും തും തനും അനും തും തനും അനും തും തനും ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം മരി സനി പരി സ സനി പമ സ നീനി സനി പമരിനി പാപ മരി സനി പരി സനി പമ സ നീ സനി പമരിനി പ മരി സനി പരി സനി പമ സ സനി പമരിനി മരി സനി പരി സനി പമ സനി പമ പ സനി പമ സനി പമരിനി പമരി മ സനി പമരിനി പമരി സരി മ പനി ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം സംഗീതം
ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം ശരിക്കും ഈ ഒരു പാട്ടൊക്കെ ഒരു ടേക്കില് ലൈവ് ഒരു വേദിയിൽ പാടുക എന്ന് പറയുന്നതോ മൈ ഗോഡ്, ഒരു വലിയ കയ്യടി കൊടുക്കുകയാണ്. കാരണം ജഡ്ജസ് എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ് അയ്യോ അത് അംഗീകരിച്ചത്. പറയാതിരിക്കാൻ വയ്യ. ഞാൻ നോക്കുമ്പോൾ ശ്രീയേട്ടനൊക്കെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കൈയൊന്നും അനക്കാതെ എങ്ങനെ അത് നിർത്തും എന്നുള്ള ഒരു ഇതിൽ ഭയങ്കര ഒരു ഗൂസ് മൊമെന്റ് ആയിരുന്നു അല്ലേ ശ്രീയേട്ടൻ നമുക്കൊക്കെ? തീർച്ചയായിട്ടും. ശംഭോ മഹാദേവ. As you always say. നിങ്ങൾ രണ്ടുപേരും SPBയുടെ പാട്ടാണ് ഞാൻ കൂടുതലും പാടി കേട്ടിരിക്കുന്നത്. കൂടുതലല്ല, അതേ പാടിയിട്ടുള്ളൂ. അതിഗംഭീരമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. Thanks a lot. എന്താണ് യുവർ ഈസിനെസ്, രണ്ടുപേരും പാടിയതിൻ്റെ ഒരു ഈസിനെസ്, എസ്പെഷ്യലി വെൻ യു സാങ്. മഹാദേവൻ പാടിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ, അതായത് ഒരു ലാസ്യവും, അതായത് ഓരോ രാഗത്തിൻ്റെ ഗന്ധരം എന്നൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ ചിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ ആക്ച്വലി വരുന്നതിന് നിങ്ങൾ സ്റ്റേജിൽ കയറി ഒന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ശംസാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് നോക്കിയേക്കുന്നു. അതിമനോഹരം, ഗംഭീരം. Thanks a lot. സത്യത്തില് ഞാൻ കണ്ണിൽ കണ്ടതും കേട്ടതും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയ്ക്കും ഈസി ആയിട്ട് ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാട്ട്. എനിക്ക് തോന്നുന്ന മലയാളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്. രണ്ടുപേരാണ് പാടിയിരിക്കുന്നതെങ്കിൽ പോലും സച്ച് എ ടഫസ്റ്റ് സോങ്. പ്രത്യേകിച്ച് രണ്ടുപേരും ഈക്വലി ഗുഡായിട്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ മഹാദേവൻ എന്ന് പറഞ്ഞ തൃശ്ശൂരാണോ? അതെ അതെ. You have actually written an autograph in my book. എൻ്റെ ഇപ്പോഴും ബുക്ക് ഇരിക്കുന്നത് വെൽ സങ് മഹാദേവൻ, കീപ് ഇറ്റ് അപ്പ്. That is a credit for me. You wrote that. That's a credit for me. Absolutely. എനിക്ക് Lord. I wrote an autograph. അല്ല, because why I felt, ഒരു പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽവിരലിൻ്റെ നഖം മുതൽ ഈ മുട്ടി വരെ അതിൽ ഇൻവോൾവ്ഡ് ആണ്. എവ്രി വേർഡ്, ദ മ്യൂസിക് ഈസ് ഫുള്ളി. ഈ മ്യൂസിക് അല്ലാതെ ഒന്നും ആ ശരീരത്തിൽ ഇല്ലാത്ത പോലെ നമുക്ക് തോന്നണേ. അത്രയും ആ പാട്ടിനോട് അത്രയും ഇത് പ്രാപിച്ചിട്ടാണ് പാടുന്നത്. സോ ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. 100 out of 100. ഐ തിങ്ക് ഒരു ലെങ്ത് ഓഫ് എ സോങ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ മാക്സിമം പോകാറുള്ളൂ. ഇത് ഏകദേശം 10 മിനിറ്റോളം നീളമുള്ള പാട്ടാണ്. ഐ തിങ്ക് മേ ബി ബൊഹീമിയൻ റാപ്സഡിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതല്ലാതെ അത്രയും നീളമോ അത്രയും വേരിയേഷൻസ് ഒക്കെ വരുന്ന പാട്ടുകൾ ഐ തിങ്ക് മലയാളത്തിന് തന്നെ വളരെ പ്രൗഡായിട്ടുള്ളൊരു പ്രൈഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗാനമാണ് ഇത്. അതിനെ എടുത്ത് വളരെ ഈസി ആയിട്ട് ഈ വേദിയിൽ രണ്ടുപേരും അവതരിപ്പിച്ചു. ദിസ് ഇസ് ട്രൂലി എ വിക്ടറി ഫോർ മ്യൂസിക്. മ്യൂസിക്കിന് സംഭവിച്ച ഒരു വിജയമാണ് നിങ്ങൾ ഈ വേദിയിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. ശരിക്കും എൻ്റെ കണ്ണ് നനഞ്ഞു പോയി. ആൻഡ് ഞാൻ അറിയാതെ എണീറ്റ് നിന്ന് കൈയടിച്ചാണ്. ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുന്നു. ആൻഡ് യു ട്രൂലി ഡിസേർവ് എല്ലാ അപ്ലോസും. യു ട്രൂലി ഡിസേർവ്. Thank you so much. ഈ പാട്ടിനകത്ത് തന്നെയുള്ളൊരു വരിയാണ് ശരിക്കും എൻ്റെ അനുഭവം പറയാൻ പറ്റിയ, ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഒരു ആനന്ദം, അനന്താനന്ദം ജഗദാനന്ദം സംഗീതം എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സാക്ഷ്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഗംഭീരമായി, ഞാൻ പറയേണ്ട കാര്യമില്ല, സംഗീതജ്ഞരെന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത്, ഈ സോങ്ങിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. 2 കഥാപാത്രങ്ങൾക്കും 2 ക്യാരക്ടറിസ്റ്റിക്കാണുള്ളത്. അത് ശരിക്കും നിങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അതാണ് ഒരു വിജയം. രണ്ടുപേരുടെയും ശബ്ദത്തിൽ, അതിൻ്റെ ഡിക്ഷനിൽ, അതിൻ്റെ ഇൻറ്റോണേഷനിലെല്ലാം നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടറൈസേഷൻ കൂടി കൊണ്ടുവരാൻ സാധിച്ചു. ആ അർത്ഥത്തിൽ ഇതൊരു ഡ്രമാറ്റിക് മ്യൂസിക് കൂടിയാണ്. സോ കംപ്ലീറ്റ് സക്സസ് ആണത്. കൺഗ്രാജുലേറ്റ്. ഐ ഫീൽ വെരി വെരി ടച്ച് ടു ഹാവ് ഹേർഡ് ദിസ് നൗ ഹിയർ. Thanks a lot, sir. താങ്ക് യു സർ. മഹാദേവനെ വർഷക്കണക്കായിട്ടുള്ള പരിചയമാണ്. ഞാനും തൃശ്ശൂർ സൈഡിൽ നിന്നുള്ള ഓർക്കസ്ട്രയാണ് എനിക്ക് സ്ഥിരമായിട്ട് വായിക്കുന്നത് പണ്ട് മുതൽ. അന്ന് പാടിയിരുന്നതാണ്, പക്ഷെ മൊത്തം SPB ആണ് പാടിയിരുന്നത്. ഇപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അത് എവിടുന്ന് വരുന്നത്? ഞാനും ഞെട്ടിയോ? ഞാനും ഞെട്ടിയിരിക്കുക. കാരണം ഈ വക പാട്ട് നമ്മൾ കയ്യിലോട്ട് തൊടാറില്ല. ഇനി കൂടുതൽ തൊട്ടോളൂ. Never. First time and last time. Never ever. അല്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം. ദാസേട്ടൻ പാടിയ സംഭവമാണെങ്കിലും കൂടി മഹാദേവൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് പാടിയത്. ആ രാഗഭാവം മുഴുവൻ വിടാതെ
മഹാദേവൻ്റെതായിട്ടുള്ള ആ ഒരു മൂഡിലേക്കാണ് എത്തിയത്. ജോസഫേട്ടനോടെ പറ്റൂ. ജോസഫേട്ടനെ പറ്റുള്ളൂ അല്ലേ? എന്തായാലും അത് നന്നായി. രണ്ടുപേരും ഗംഭീരം. അത് ഇദ്ദേഹം രണ്ടുപേരുടെ വോയിസാ പാടിയത്. രവിയേട്ടനുമാണ്, ശരത്തുമാണ്. ശരത്തിന്റെ പോർഷന് പുള്ളി തന്നെ പാടിയത്. അപ്പോ അതിനൊരു രണ്ടുപേർക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വളരെ ഇത്ര നേരം ഇവിടെ ഇങ്ങനെ ഒരു എക്സ്റ്റസിയിലായിരുന്നു നമ്മൾ, സത്യം പറയുകയാണെങ്കിൽ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ന്യൂ ഇയർ രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ദ ഓർക്കസ്ട്ര. യാ ഷുവർ അതെല്ലാ പാട്ടിനും Especially needs Absolutely wonderful. Thank you. Thanks a lot, everyone. Thank you. ഈ പറഞ്ഞ പോലെ കണ്ണിനാണെങ്കിലും മനസ്സിനാണെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വിരുന്ന് തന്നെയായിരിക്കും ഇതെന്ന് ഉറപ്പിച്ച് ഞങ്ങൾ പറയുകയാണ്. വലിയൊരു കൈയടി നൽകുന്നു രണ്ടുപേർക്കും, മഹാദേവൻ ചേട്ടനും ഒപ്പം തന്നെ നൗഷാദ് ഏട്ടൻ. താങ്ക് യു സോ മച്ച്.